പാല് നിങ്ങളുടെ കുട്ടിക്ക് കഫക്കെട്ട് കൂട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാർക്ക് പാല് പ്രശ്നമാണോ? അപ്പോൾ ക്ലിനിക്കിൽ വന്നൊരു കുട്ടിയുടെ അമ്മ ചോദിച്ചതാണ്, സാറേ ഇപ്പം മെഡിസിനൊക്കെ എടുത്ത് കുട്ടിക്ക് ഭേദമാണ്, ഇനി പാല് കൊടുക്കട്ടെ? അപ്പോൾ ഇത്രയും കാലം കൊടുത്തിരുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഇല്ല, ഈ അസുഖം വരുമെന്ന് വെച്ചിട്ട് കൊടുത്തിരുന്നില്ല. കാരണം എല്ലാവരും ഈ ഒരു കാര്യം പറയുന്നുണ്ട്, കൊടുത്താൽ കൂടും. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പാല് കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, ചില കുട്ടികൾക്ക് അതിനോട് ഒരു പ്രശ്നം ഉണ്ടാവാൻ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ, കുട്ടികൾക്കല്ല എല്ലാവർക്കും കഫം കൂട്ടും, മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂട്ടും ശരീരത്തിൽ. ചിലപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂട്ടും. അതായത് അലർജി ഉള്ള ആൾക്ക് നമുക്കറിയാം, അലർജി റൈനൈറ്റിസ് എന്നത് ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ആ പാലകത്ത് ചെല്ലുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എല്ലാ ആൾക്കാരും അപ്ലിക്കബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഓരോ ആളനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഇത് അലർജിക്ക് ആയിക്കോളണം എന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാല് നിങ്ങൾക്ക് ഫുഡ് അലർജി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഡയറി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്കിന്നിൽ തടിച്ചു പോകുന്നുണ്ടോ, ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ നോക്കും. കാരണം അലർജി ഉള്ള ആൾക്ക് ഇങ്ങനെയും കൂടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതല്ലാതെ പാലെടുത്തിട്ട് കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ആ സമയത്ത് നിങ്ങൾ പാല് കൊടുക്കാതിരിക്കുന്നു വേണ്ട. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് കൊടുക്കാം. ചില ആൾക്കാർക്ക് മാത്രമേ അതിനോട് ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ.